ഹൈ റേഞ്ച് ഫുഡി ട്രാവലറിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കപ്പ ബിരിയാണി, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അതിലേക്ക് 3 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലോട് കൂടിയ 1.5 കിലോ ഇറച്ചിയും എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ചേരുവകൾ 100 ഗ്രാം ഉള്ളി, 1 ഇഞ്ചി കഷ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി 2 അല്ലി, 2-3 ഏലക്ക എന്നിവയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂട്ടുകളിലേക്ക് പോകാം. അതിലേക്കായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് മീറ്റ് മസാലയും ചേർക്കാം. മീറ്റ് മസാല ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ച മീറ്റ് മസാല ആയിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം കപ്പയ്ക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ഉള്ളി, ആ ഏലക്ക, അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇറച്ചി അല്പം സ്മൂത്തായി കിട്ടും, വേകുവാനായിട്ടൊക്കെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് സ്റ്റൗ കത്തിച്ച് നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെക്കാം. ഇത് എല്ലാം ആയതുകൊണ്ട് ഒരു 5-6 വിസിലേലും അടിക്കണം. ആ സമയത്തിന് നമുക്ക് കപ്പയും കൂടെ അടുപ്പിലേക്ക് വയ്ക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കപ്പ വേവിക്കാനായിട്ട് വെക്കാം. കപ്പ അത്യാവശ്യം നല്ല കപ്പയായതുകൊണ്ട് അതിന് വലിയ വേവില്ല. അപ്പം നമുക്ക് കപ്പയും വേവിച്ചെടുക്കാം. കപ്പയും 2 വിസിലടിച്ചാൽ മതി. കപ്പ തുറന്ന് നോക്കാം. കപ്പ നല്ലപോലെ വെന്തിട്ടുണ്ട്. കപ്പയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് വെക്കാം. കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു തേങ്ങയുടെ അരമുറി ചിരണ്ടി അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടിയത് നമ്മൾ കപ്പ ബിരിയാണിക്കകത്ത് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വറുക്കാം. ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് കപ്പ ബിരിയാണി തയ്യാറാക്കാം. നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുകിട്ട്, അതുപോലെ തന്നെ ആവശ്യത്തിന് കരിയാപ്പിലയൊക്കെ ഇട്ട് നമുക്കതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടി നമുക്കതിലേക്ക് ചേർക്കാം. അത് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എല്ല് കറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണ്. അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് അല്പസമയം അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. നമുക്ക് നിർത്തിയിട്ട് കപ്പ നല്ലപോലെ ഇളക്കി കൊടുക്കാം. കപ്പയും എല്ലും നല്ലവണ്ണം മിക്സ് ആകണം, അതുപോലെ ഇളക്കണം. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കതിന് തന്നെ ഒരു സലാഡായിട്ട് ഒരു സവോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഒരല്പം വിനാഗിരിയും ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. നല്ല 1 തരം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുവാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.